നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യവും ചെയ്യേണ്ട സമയവും ഒക്കെ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് വളരെ ഡൗൺ ആയിട്ട് നമ്മൾ പോകും. അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത വർക്ക് കൂടി നമുക്ക് വരും. ഇത് പലപ്പോഴും ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിലും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കണം. ലോ എനർജി വേണ്ടവ, ഫുൾ എനർജി വേണ്ടവ എന്നിവ കാറ്റഗറൈസ് ചെയ്ത് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങളുടെ എനർജി ലെവൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ടായിരിക്കണം ഈ ഒരു കാറ്റഗറൈസേഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ എനർജി എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കുറഞ്ഞ സമയം മതിയായിരിക്കും. അത് നമ്മൾ കുറച്ച് ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ ടൈം മാനേജ്മെൻറ്റിന് പകരം എനർജി മാനേജ്മെൻറ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് കാണാം.